2014 കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയണമായിരുന്നു. ചിദംബരത്തെ എന്താ പിടിക്കാത്തത് എന്നായിരുന്നു ചോദ്യം. 2019 ആയപ്പോൾ അത് തീർന്നു. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ജനാധിപത്യം ഇല്ലാതായിരിക്കുന്നു, മതില് ചാടിയാണ് പിടിച്ചത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു. 2019 ഞങ്ങളോട് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചത് എന്തുകൊണ്ട് ഈ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, നിങ്ങൾ ഒത്തുകളിയല്ലേ എന്നായിരുന്നു ചോദ്യം. രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തപ്പോഴേ കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് പറഞ്ഞത്? ഇവിടെ ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. എന്തിന്? രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കോടതി വിധി വന്ന അന്ന് ഒരു ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ എ റഹീം, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാജ്യസഭ MP, മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അദ്ദേഹം പറയുകയാണ്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, രാഹുൽജിയെതിരായിട്ടുള്ള വിധി അത് ജനാധിപത്യ വിരുദ്ധാണ്, കോടതി വിധിച്ചതാണ്, അതിന് ഞാൻ അറസ്റ്റ് വരിച്ചു എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. ഇനി പിണറായി വിജയനെതിരെ വരും. അപ്പൊ നിങ്ങൾ കണ്ടോ, പ്രേക്ഷകർ കണ്ടോ, രാഹുൽജി ഓടി വരും, കെട്ടിപ്പിടിക്കും. അദ്ദേഹം പറയും ജനാധിപത്യം തകർന്നിരിക്കുന്നു എന്ന് പറയും. മാത്രമല്ല, രാഹുൽജി ലണ്ടനിൽ പോകും. ലണ്ടനിൽ പോയിട്ട് പറയും, ഇതാ ഒരു മുഖ്യമന്ത്രിക്കെതിരെ നടപടി വന്നിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും. നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ ഡബിൾ ഡിജിറ്റ് മണ്ഡലങ്ങളിൽ നിങ്ങൾ പേരെടുത്ത് പറയും, സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. നിങ്ങളുടെ എന്താ പദ്ധതി? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നയം എന്താന്ന് ചോദിച്ചാൽ മറ്റവര് മോഡിക്കെതിരെ ശക്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. മറ്റവരോട് ചോദിച്ചാലോ മറ്റവര് മോഡിക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഒരു പാർട്ടിയുടെ നയം. അതാണ് 44 കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നിങ്ങൾക്ക് എന്താണ് നയമുള്ളത്? നിങ്ങളുടെ മുന്നണി എവിടെയാണുള്ളത്? ബംഗാളിലുണ്ടോ? ബീഹാറിലുണ്ടോ? ഒറീസയിലുണ്ടോ? ആന്ധ്രാപ്രദേശിലുണ്ടോ? കർണാടകയിലുണ്ടോ? മഹാരാഷ്ട്രയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഉണ്ടോ? ജമ്മു കാശ്മീരിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും കൂടുവോ? അതുപോലെ തന്നെ പഞ്ചാബിലുണ്ടോ? എവിടെയാണ് മുന്നണി? ഇവിടെ വന്ന് കിടന്നുകൊണ്ട് കടിപിടി കൂടുകയാണ്. 2 കൂട്ടർക്കും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പൊ 2 പേരെ നിങ്ങൾ എടുത്തു പറഞ്ഞ് വിജയിപ്പിച്ചു. ഇനിയും നോക്കിക്കോ, 10-12 മണ്ഡലങ്ങളെ പറ്റി ഇതുപോലെ ചർച്ച വരും. എന്തേ ചെയ്തില്ല, എന്തേ പിടിച്ചില്ല. ചിദംബരത്തിന്റെ നമ്മൾ കണ്ടതല്ലേ, 10 വർഷം കഴിഞ്ഞാണ് ചിദംബരം പത്രസമ്മേളനം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ് ഞാൻ, എന്റെ രോമത്തെ തൊടാൻ മോഡിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഗേറ്റ് അടച്ച് വീട്ടിയിരുന്നില്ലേ? കണ്ടില്ലേ? രാഹുലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരായില്ലേ? റഹീം പോയിട്ട് അറസ്റ്റ് വരിച്ചില്ലേ? ആ റഹീം എന്തിനാണ്? രാഹുൽ ഗാന്ധിയെ കോടതി വിധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പൊയ്മുഖം ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുണ്ടാക്കിയ അടവുണ്ടല്ലോ മോഡി വിരുദ്ധം എന്നുള്ളത്, അത് പൊളി